വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു ബേസിക് എംബ്രോയിഡറി സ്റ്റിച്ചിൻ്റെ തേർഡ് പാർട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ലീവ്സ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഡേയ്സി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ലീവ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഡേയ്സി കാണിച്ചതുപോലെ തന്നെ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഡേയ്സി സ്റ്റിച്ചുകളെല്ലാം ചെയ്യുന്നത്. നമ്മളത് ലീഫിൻ്റെ പാറ്റേണിൽ വരച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ലീഫായിട്ട് കൊടുക്കാം. നോർമലി നമ്മൾ മിക്ക ഡിസൈൻസിലും ഒക്കെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഡേയ്സി ഡിസൈനിലുള്ള ലീവ്സ്. ചെറിയ ലീവ്സൊക്കെ നമുക്കിങ്ങനെ ആ ഒരു ബ്രാഞ്ചസ് നിറച്ച ലീവ്സൊക്കെ കൊടുക്കാനായിട്ടൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് നിറച്ച് തിക്കായിട്ട് കൊടുക്കാനായിട്ട് ഡേയ്സി സ്റ്റിച്ച് നല്ലതാണ്. അതുപോലെ നമ്മൾ നേരത്തെ ഫ്ലവറിൻ്റെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ പല തരത്തിലുള്ള ഡേയ്സി സ്റ്റിച്ചസ് നമുക്ക് ലീഫിനും ചെയ്യാം. അതിൽ കാണിച്ച പോലെ തന്നെ നടുക്ക് ഫില്ല് ചെയ്യുന്ന പോലത്തെ ലീവ്സും, അതുപോലെ ബുള്ളിൻ നോട്ട്സ് വരുന്നത് പോലത്തേതും, അതുപോലെ ഈ ഡേയ്സി സ്റ്റിച്ച് തന്നെ നമുക്ക് ഡബിൾ ലെയർ ആയിട്ടൊക്കെ കൊടുത്തും, അങ്ങനെ പലതരത്തിൽ നമുക്ക് കുറേ ടൈപ്പിൽ, ഞാൻ ഓൾറെഡി ഫ്ലവേഴ്സിൻ്റെ വീഡിയോയിലാണെങ്കിലും 4 ടൈപ്പ് ഓഫ് ഡേയ്സി സ്റ്റിച്ചസാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിലും ഞാൻ 4 ടൈപ്പേ കാണിക്കുന്നുള്ളൂ. എന്നാലും കുറേ ടൈപ്പ് ലീവ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഡേയ്സി വെച്ചിട്ട്. നമുക്ക് ആ ഇതിലോട്ട് വേറെ സ്റ്റിച്ചുകൾ ആഡ് ചെയ്യുമ്പോഴത്തേനും അതിന് വേറൊരു ലുക്ക്. ഇപ്പം നമ്മൾ ഫ്രഞ്ച് നോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ലുക്ക് കിട്ടും, ബുള്ളിൻ നോട്ട് ആഡ് ചെയ്യുമ്പോൾ വേറൊരു ലുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു ഡേയ്സി ഡിസൈനിനുള്ളിൽ തന്നെ പല ടൈപ്പ് സ്റ്റിച്ചസും ആഡ് ചെയ്ത് അതിന് കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ലുക്സും കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ 6 strands ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ലുക്ക് ആയിരിക്കില്ല 3 strands വെച്ചിട്ട് ചെയ്യുമ്പോൾ. നമ്മൾ പൊതുവെ ലീഫ് എല്ലാം ചെയ്യുമ്പോൾ കൂടുതലും 3 strands ത്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. അല്ല നമുക്ക് 6 strands വെച്ച് നല്ല കട്ടിയുള്ള ലീഫാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് വരുമ്പം ഓരോ ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു ഡേയ്സി സ്റ്റിച്ച് വെച്ചിട്ട് പല ലെങ്തിലുള്ള ലീവ്സ് ആണെങ്കിലും കൊടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന 4 എണ്ണവും നമ്മൾ ഏകദേശം ഒരേ സൈസിലുള്ള കുഞ്ഞ് ലീവ്സാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും പാറ്റേൺസ് ഇതെ കാണിക്കാൻ വേണ്ടി വരച്ചത് കൊണ്ടാണ് ചെറുതായിട്ട് വരച്ചിരിക്കുന്നത്. ഇതിന് പകരം നമ്മൾ ഇച്ചിരി ലെങ്തിലാണ് ഈ ഒരു ഡേയ്സി സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ നടുക്കുള്ള ഗ്യാപ്പ് അധികം കാണത്തുമില്ല. അതുപോലെ നമുക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് നീളമുള്ള ടൈപ്പ് ഇലകൾ ചെയ്യാനായിട്ടും ഈ ഒരു സ്റ്റിച്ച് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ ഓൾറെഡി ഫ്ലവറിന് കാണിച്ച പോലത്തെ നടുക്ക് ഫില്ല് ചെയ്യുന്നതാണ്, കണ്ടോ. അപ്പോൾ ഞാൻ ഫ്ലവറിന് കാണിച്ചപ്പോൾ ഈ ത്രെഡ് യൂസ് ചെയ്തല്ലായിരുന്നു. ഇതിൽ കാണിക്കുമ്പോൾ ആ ഒരു 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ട് നടുക്ക് ഫില്ല് ചെയ്തേക്കുമ്പം കണ്ടോ ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ല തിക്കായിട്ടുള്ള ലീവ്സ് ആയിട്ട് വരും. പെറ്റൽസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ തിക്കായിട്ടുള്ളതായിട്ട് വരും. അതുപോലെ ഇത് ഞാൻ ഫ്ലവർ കാണിക്കാത്തൊരു ടൈപ്പാണ്. ഫ്ലവറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതേ ഉള്ളായിരുന്നു ബുള്ളിൻ നോട്ട്സ് വെച്ചിട്ട് നമുക്കിത് ഡേയ്സി ചെയ്യാമെന്ന്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ ഒരു ബുള്ളിൻ നോട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യാം. ഈ ബുള്ളിൻ നോട്ട്സ് തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ബുള്ളിൻ നോട്ട് ഈ ഒരു ലീഫിൻ്റെ പുറത്തോട്ട് നിൽക്കുന്ന പോലെയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലീഫിനകത്ത് നമ്മൾ ഈ ഒരു വരയിട്ട പോലെ തന്നെ ലീഫിനകത്ത് ബുള്ളിൻ നോട്ട്സ് വരുന്ന പോലെ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കറിയാവുന്ന സ്റ്റിച്ചുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് പാറ്റേണിൽ വേണമെങ്കിലും പുതിയ സ്റ്റിച്ചസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ സ്റ്റൈൽ ചെയ്യാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സ്റ്റിച്ചാണ് ഡേയ്സി. ഈ ഡേയ്സി സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഫ്ലവേഴ്സും ലീവ്സും എല്ലാം ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഡേയ്സി സ്റ്റിച്ചുകൾ യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ലീഫ് കാണാം. നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരു അതേ രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ലീഫും ചെയ്യുന്നത്. നമ്മൾ നടുക്കൂടെ ഉള്ള ആ ഒരു വര വരച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് 2 സൈഡിലോട്ടായിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെയല്ല ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലീഫാണ് വേണ്ടെങ്കിൽ നമുക്കൊരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇപ്പം നമുക്കൊരു മറ്റേ താമരയുടെയൊക്കെ ലീഫ് പോലെ ഇച്ചിരി ഒരു പരന്ന് കിടക്കുന്ന ലീഫാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ചുറ്റും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളത് ചെയ്യാം. ഇങ്ങനെ നീളമുള്ളതാണെങ്കിൽ നമുക്കിതുപോലെ നടുക്കൂടെ ഒരു വര വരച്ചിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ബേസിക് ആയിട്ടൊരു ലീഫ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ലീഫ് നമ്മൾ ചെയ്ത് നമുക്ക് ഇതൊന്ന് വശമായി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഈ പറഞ്ഞ പോലെ
പുതിയ പുതിയ പാറ്റേൺസും പുതിയ പുതിയ സ്റ്റൈൽസും ഒക്കെ ചെയ്യാനായിട്ടൊരു കോൺഫിഡൻസും കിട്ടും. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സാറ്റൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീഫ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ്. നമ്മൾ ഓൾറെഡി ഫ്ലവർ കണ്ടപ്പോഴും ഒക്കെ ചെയ്തതുപോലെ നമ്മളൊരു കാണിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ഫുള്ള് ത്രെഡ് കൊണ്ട് കവർ ചെയ്യുവാണ് സാറ്റൺ സ്റ്റിച്ചിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ലെങ്തിൽ കാണിക്കുന്ന പോലത്തെ ഒരു ലീഫൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ നീട്ടി ആ ഒരു ബോർഡർ ടു ബോർഡർ കണക്ട് ചെയ്യുവാണെങ്കിൽ ആ ലീഫിന് കുറച്ചും കൂടി ഒരു നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് തൊട്ട് കണക്ട് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ വെച്ചിട്ട് നീട്ടി കണക്ട് ചെയ്യുമ്പം കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരിക്കും. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം ഇങ്ങനെയല്ല മറ്റേ ഇങ്ങനെ ചെറുതായിട്ട് തൊട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നതാണ് ഓരോരുത്തർക്കും ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ സാറ്റൺ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന ബോർഡറിനുള്ളിൽ വശം ഫുള്ളും ഇങ്ങനത്തെ ലൈൻസ് വെച്ചിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് സാറ്റൺ സ്റ്റിച്ച്. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ സാറ്റൺ സ്റ്റിച്ച് നമുക്ക് ഇത്രയും തിക്കായിട്ട് കവർ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. സിമ്പിളായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും കുറച്ചും കൂടെ ടൈം എടുക്കുന്നൊരു സ്റ്റിച്ചാണ്. അടുത്തതായിട്ട് നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ലീഫ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ചെയ്തൊരു പിസ്ത ഗ്രീൻ സാരിയിൽ ഈ ലോങ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഞാൻ ലീഫും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ ഫ്രഞ്ച് നോട്ടാണെങ്കിൽ നമ്മൾ ആ കുത്തുന്ന സ്ഥലത്ത് തന്നെയാണ് കുത്തി താക്കുന്നതെങ്കിൽ ലോങ് ഫ്രഞ്ച് നോട്ടിൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നിട്ടാണ് കുത്തി താക്കുന്നത്. അപ്പോൾ ആ ഒരു വര പോലെയും ഫ്രഞ്ച് നോട്ട് പോലെയും വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലീഫ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ലീഫിൻ്റെ ആ ഒരു ബോർഡറിൽ കൂടെയാണ് നമ്മളത് കുത്തി ഇങ്ങനെ എടുക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച സാരിയുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ 2 ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുന്ന ലോങ് ഫ്രഞ്ച് നോട്ട് 2 കളർ ഓഫ് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ലീഫിന് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നും. അതുപോലെ നമുക്ക് ഇത് 6 strands ത്രെഡ് വെച്ചിട്ടാണെങ്കിലും ലീഫൊക്കെ ആകുമ്പോൾ 3 strands ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണെങ്കിലും ഒക്കെ ചെയ്താൽ ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് 6 strands ആയിട്ടുള്ള ത്രെഡാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ കൊടുക്കണം. ആ പർട്ടിക്കുലർ ഡിസൈനിൽ ഏതാണോ സ്യൂട്ട് ആവുന്നത്, ലീഫിന് നല്ല ഹൈലൈറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 6 strands ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്യാം. അല്ല കുറച്ച് അത്രയും പ്രൊജക്ഷൻ നമുക്ക് ലീഫിന് കൊടുക്കണ്ടെന്നുണ്ടെങ്കിലാണെങ്കിൽ 3 strands യൂസ് ചെയ്താൽ മതി. അതായത് കളർ കോമ്പിനേഷനൊക്കെ ആണെങ്കിലും നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ അനുസരിച്ച് അതിനെങ്ങനെയാണോ സ്യൂട്ട് ആവുന്നത് അതുപോലെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. ഫിഷ് ബോൺ സ്റ്റിച്ച് നമുക്ക് 2 ടൈപ്പിൽ ചെയ്യാൻ പറ്റും. 2 ടൈപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. ഇതാണ് നമ്മൾ നോർമലി ഡിസൈൻസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അത്യാവശ്യം നല്ല ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ലീഫ് നമുക്ക് ആ ഒരു ഡിസൈനിൽ തന്നെ നടുക്കൂടെയുള്ളൊരു ലൈനും ഒക്കെ ഡിഫൈൻ ചെയ്ത് കിട്ടുന്ന പോലത്തെ നല്ല ഭംഗിയുള്ളൊരു ലീഫ് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ്. നോർമലി നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിലുള്ള ലീവ്സ് ആയിരിക്കും നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. അതായത് ഈ ഒരു ഷേപ്പിലുള്ള ലീവ്സ് ഫില്ല് ചെയ്യാനാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് ആണെങ്കിലും നെക്സ്റ്റത്തെ ഫ്ലൈ സ്റ്റിച്ചൊക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേ നമുക്ക് ഇങ്ങനെ മെലിഞ്ഞ് നമ്മൾ സാറ്റൺ സ്റ്റിച്ചിന് ചെയ്ത പോലത്തെ അങ്ങനത്തെ നീളമുള്ള സ്റ്റിച്ചുകളൊക്കെ നമുക്ക് ഈ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള ലീവ്സ് വരുമ്പോഴാണ് കൂടുതലും ഈ സ്റ്റിച്ചുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന പോലത്തെ സാറ്റൺ സ്റ്റിച്ചിൻ്റെ ഒന്നും അത്ര നേരം സമയമൊന്നും വേണ്ടാത്ത പോലത്തെ സ്റ്റിച്ചാണ് ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച്. കാണാനും നല്ലൊരു ഭംഗിയുള്ള ഒരു ടൈപ്പ് സ്റ്റിച്ചാണ്. നമ്മൾ ഈ ഒരൊറ്റ സിംഗിൾ വീഡിയോയിൽ ഈ എല്ലാ ലീഫ് പാറ്റേണുകൂടെ കാണിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒരു ലീഫിനെ കുറിച്ച് ഒത്തിരി ഡിഫൈൻ ചെയ്ത് ഒത്തിരി ഭയങ്കരമായി ന്യൂട്ടായിട്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും മാക്സിമം ഈ പറഞ്ഞ പോലെ എല്ലാ ലീഫും ഒക്കെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ലീഫ് പാറ്റേൺസ് എല്ലാം ഒരുമിച്ചൊന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും ലീഫ് ഡിസൈനോ അല്ലെങ്കിൽ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലത്തെ ഫ്ലവർ ഡിസൈൻസോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് അത് കാണിക്കാൻ ശ്രമിക്കാം. ഒത്തിരി ആൾക്കാർക്കൊന്നും ഈ ഒരു വീഡിയോ അതായത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. കൂടുതലും ആൾക്കാർക്ക് പുതിയ സാരീസും അതുപോലെ പുതിയ ഡിസൈൻസും ഒക്കെ കാണാനായിരിക്കും ഇഷ്ടം.
അങ്ങനെ എനിക്കങ്ങനെ മീൻസ് ആ ഒരു വീഡിയോയുടെ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ പറഞ്ഞത് ഒത്തിരി വീഡിയോ ആയിട്ട് ഒത്തിരി എപ്പിസോഡ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പാർട്സായിട്ട് കാണിക്കാതെ കഴിവതും 1-2 വീഡിയോയിൽ തന്നെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് എല്ലാം ഒന്ന് കാണിച്ച്, കുറേ പേരത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമുക്കതിങ്ങനെ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കഴിവതും ഈ ഒരു ഇതിൽ കാണിക്കുമ്പം അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ആണെങ്കിലും ലീവ്സ് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും മനസ്സിലാകും എന്നെനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. ഫ്ലൈ സ്റ്റിച്ചും നമ്മൾ ഈ ഫിഷ് ബോൺ സ്റ്റിച്ച് പോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലവേഴ്സിനൊക്കെ ആയിരിക്കും കൂടുതൽ ഭംഗി. എന്നാലും നമുക്ക് കുറച്ചും കൂടെയൊക്കെ പല ഷേപ്സൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. എന്നാലും കൂടുതലും ഈ ഒരു ഷേപ്പിൽ കാണുമ്പോഴായിരിക്കും അതിന് കുറച്ചുകൂടി ഒരു ഫിനിഷിങ് കിട്ടുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന പോലത്തെ, പെട്ടെന്ന് തന്നെ ആ ലീഫ് പോർഷൻ ഈ ഒരു സ്റ്റിച്ചിൽ കവർ ചെയ്ത് വരുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ് ഫ്ലൈ സ്റ്റിച്ച്. അതുപോലെ നമ്മൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ചിനകത്ത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ നടുക്കത്തെ ആ ഒരു ലീഫിൻ്റെ നടുക്കൂടെയുള്ള ആ ഒരു സ്റ്റെം നല്ല ക്ലിയർ ആയിട്ട് ഒരു ബ്രെയ്ഡ് ചെയ്ത പോലെ ഒരു നല്ല ഭംഗിയായിട്ട് ആ സ്റ്റെം കാണാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു ലീഫിന് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് വരും. ആ ഒരു നടുക്കൂടെ ആ ഒരു ബീഡ്സ് പോലെ, അത് ആ ഒരു ബ്രെയ്ഡ് പോലെ, ആ ഒരു വര പോലെ കാണുമ്പോഴത്തേനും ആ ലീഫിന് കുറച്ചും കൂടി ഒരു നല്ല എടുപ്പായിരിക്കും. അതാണ് ഈ ഒരു ഫ്ലൈ സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത. നടുക്ക് നമുക്ക് ആ ഒരു ഇതുള്ളത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു സ്റ്റിച്ച് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ബുള്ളിൻ നോട്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് ലീവ്സ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ബുള്ളിൻ നോട്ട്സ് വെച്ചിട്ടുള്ള ലീവ്സ് ഉള്ള ഡിസൈൻസൊക്കെ നേരത്തെ സാരീസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ആ ലീഫിൻ്റെ ഓരോ വരകൾ ബുള്ളിൻ നോട്ട്സ് ആയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിൻ്റെ നടുവശം ഞാൻ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ച്ചിട്ടേ ഉള്ളൂ. രണ്ട് സൈഡിലുള്ള ബ്രാഞ്ചസ് ആയിട്ട് ബുള്ളിൻ നോട്ട്സ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബുള്ളിൻ നോട്ട്സ് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ലീവ്സ് പോലെ ചെറിയതായിട്ടും കൊടുക്കാനും പറ്റും. അതുപോലെ ഈ ഫ്ലവറിൻ്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇച്ചിരി വണ്ണത്തിൽ നമ്മൾ കൊടുക്കില്ലേ, ആ ഒരു കണ്ടിന്യൂറ്റി ആ സ്റ്റെമ്മിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം, അവിടെയാണെങ്കിലും ഒക്കെ ഈ ഒരു ബുള്ളിൻ നോട്ട്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. സാധാരണ നമ്മുടെ ലീഫിനേക്കാളും ഒക്കെ ഇച്ചിരി ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്ന കാരണം കുറച്ചും കൂടെ ഒരു കൂടുതലായിട്ടൊരു അട്രാക്ഷനിൽ കൂടുതലായിട്ടൊരു പ്രൊജക്ഷനൊക്കെ ഈ ഒരു ബുള്ളിൻ നോട്ട്സ് വെച്ചിട്ട് നമ്മൾ ലീവ്സൊക്കെ കൊടുത്താൽ കിട്ടും. ഫ്രഞ്ച് നോട്ടിനാണെങ്കിലും ബുള്ളിൻ നോട്ട്സിനൊക്കെ ആണെങ്കിലും നോർമൽ സർഫസിനേക്കാൾ ഇച്ചിരി ഇങ്ങനെ ഒരു 3D ഇഫക്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു സാരിയിലോ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിൽ വരുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു നല്ല ലുക്കായിരിക്കും. ബുള്ളിൻ നോട്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എത്ര ലീഫിനാണെങ്കിലും എന്തിനാണെങ്കിലും എത്ര നീളം വേണോ അതനുസരിച്ച് നമ്മൾ അതിനകത്ത് ചുറ്റുന്നതിൻ്റെ എണ്ണം കൂട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ലെങ്തിലായിട്ട് തന്നെ ഈ ഒരു ബുള്ളിൻ നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സിൻ്റെ ബോർഡർ ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും അതുപോലെ ഈ ലീവ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഹെറിംഗ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ലീഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പെറ്റൽസ് ചെയ്യുന്ന കണ്ടായിരുന്നു. ഫ്ലവറിൻ്റെ പെറ്റൽസ് ഈ ഒരു ഹെറിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ചെയ്യുന്ന കണ്ടായിരുന്നു. സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ലീഫായിട്ട് കൊടുക്കുമ്പോഴും ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് ഇഷ്ടമുള്ള അത്രയും ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ആ ഒരു ലീഫ് പാറ്റേൺ കൊടുക്കാം. അതായത് നമുക്ക് തിക്കായിട്ടുള്ള ലീഫാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുത്തടുത്തടുത്ത് നമ്മൾ കൊടുത്താൽ ആ തിക്കായിട്ടുള്ള ലീഫ് കിട്ടും. അല്ല നമുക്ക് ഇച്ചിരി ഒരു ഗ്യാപ്പൊക്കെ മീൻസ് നടുക്കൂടെയുള്ള ഭാഗം കാണാവുന്ന പോലത്തെ ഇച്ചിരി ജസ്റ്റ് ഒരു ക്രിസ് ക്രോസ് പോലത്തെ ഒരു ലീഫാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതേ സ്റ്റിച്ച് തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ബാക്ക് സൈഡിൽ വരുന്ന പോലെ തയ്ച്ചാൽ ഷാഡോ വർക്കായിട്ടിരിക്കും. ലീവ്സും ഷാഡോ വർക്കായിട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. അത് ഞാൻ ഫ്ലവേഴ്സ് കാണിക്കുന്ന ആ ഒരു പാർട്ടിൽ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ അത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. സെയിം ആയതുകൊണ്ട് തന്നെ ഒത്തിരി റിപ്പറ്റീഷൻ വരേണ്ടെന്ന് വിചാരിച്ചാൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത്. നെക്സ്റ്റ് ഫോൺ സ്റ്റിച്ചാണ്. ഫോൺ സ്റ്റിച്ചും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ലീഫ് പാറ്റേൺ ആണ്. ഇങ്ങനെയൊരു ഓല പോലത്തെ ഒരു ടൈപ്പ് ഒരു ലീഫൊക്കെ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ച് പാറ്റേൺ ആണ് ഫോൺ സ്റ്റിച്ച്. ഇത് യൂസ് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ അതുപോലത്തെ ലീവ്സ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലീഫിനകത്ത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ എൻഡിൽ കൂടെ ഫ്രഞ്ച് നോട്ട്സ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നടുക്കൂടെ ബഡ്സ് പോലെയൊക്കെ കൊടുത്താൽ, അതായത് റെഡ് കളറിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെ കളറിലുള്ള ബഡ്സൊക്കെ പോലെ ഇടയ്ക്കൂടെ കൊടുത്താൽ അതൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ലീഫ് സ്റ്റിച്ചാണ് കാണിക്കുന്നത്.
ലീഫ് സ്റ്റിച്ചും വളരെ സിമ്പിളായിട്ട് നമ്മളുടെ സാറ്റൻ സ്റ്റിച്ചൊക്കെ പോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ലീഫിൻ്റെ പോർഷൻ ഒരു ചെരിഞ്ഞുള്ള ഒരു ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യാതാൽ ആ ഒരു ലീഫിൻ്റെ ഒരു ഡിസൈനായിട്ട് തന്നെ വരും. അതായത് കറക്റ്റ് ആ രണ്ട് വശത്തോട്ടുള്ള വരകളും നടുക്കൂടുള്ള വരയും ഡിഫൈൻ ചെയ്ത് വരുന്ന പോലെ തന്നെ ലീഫ് സ്റ്റിച്ചിന് വരുന്നത്. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ 2 കളർ യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ, അതായത് രണ്ട് സൈഡിലും ഗ്രീനിൻ്റെ തന്നെ 2 ഷെയ്ഡ്സൊക്കെ യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടും. ഞാൻ പക്ഷേ ഈ ഒരു വീഡിയോയിൽ സെയിം കളർ വെച്ച് ഞാൻ 2 വശവും കാണിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചും പാറ്റേൺ സ്റ്റിച്ച് പോലെ തന്നെ കുറച്ച് ടൈം എടുക്കുന്ന പോലത്തെ സ്റ്റിച്ചാണ്. പിന്നെ ഇതിന് നമ്മളൊരു ബോർഡറൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അതായത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊരു ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടോ ഒക്കെ ഒരു ബോർഡറോടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിന് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഈ നമ്മുടെ സാറ്റൻ സ്റ്റിച്ച് ആണെങ്കിലും ഈ ഒരു ലീഫ് സ്റ്റിച്ചൊക്കെ ആണെങ്കിലും ബോർഡറോടൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു എടുപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത് രണ്ടും, എന്നാലും പല ടൈപ്പ് ഓഫ് ലീഫിലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഡിസൈന് കുറച്ചും കൂടെ ഒരു അട്രാക്ഷനൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഓരോ ഡിസൈൻസിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അതിനൊരു കുറച്ചൊരു യുണീക്നെസ് ഒക്കെ വരുന്നത്. എല്ലാം ഒരുപോലെ ഇരിക്കുമ്പം അത്രയൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പം പുതിയ പുതിയ ലീവ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ ഡിസൈൻസിലൊക്കെ പലതായിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇത്രയും ലീഫ് ഡിസൈൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അത്യാവശ്യം ബേസിക്കായിട്ട് നമുക്ക് ചെയ്യുന്ന എല്ലാ ലീവ്സും ഒക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഒരുപാട് ടൈപ്പ് ലീവ്സ് ഡിസൈൻസ് ആണെങ്കിലും അതുപോലെ എല്ലാ ഡിസൈൻസും ഞാൻ ഈ 3 പാർട്ടായിട്ട് കാണിച്ചിട്ടുള്ളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരുപാട് ടൈപ്പ് സ്റ്റിച്ചുകളൊക്കെ ഉണ്ട്. ഇത് ബേസിക്കായിട്ടുള്ള കുറച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ 3 പാർട്സിലായിട്ട് കാണിച്ചിരിക്കുന്ന സ്റ്റിച്ചസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ എംബ്രോയിഡറീസ് ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വർക്ക്സ് ഒക്കെ എല്ലാവരും ചെറിയ ഡിസൈൻസ് ഒക്കെ എടുത്ത് സ്കെച്ച് ചെയ്തിട്ട് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് സക്സസ്ഫുൾ ആവുന്ന പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ ഇതുപോലത്തെ സ്റ്റിച്ചുകളൊക്കെ ചെയ്യിപ്പിക്കാൻ, അതായത് പുതിയ സാരീസോ സൽവാസോ എംബ്രോയിഡറി ഹൂപ്സോ ഡെക്കേഴ്സോ ഒക്കെ ചെയ്യിപ്പിക്കാനായിട്ട് എന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.